ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ഒന്നാം ഘട്ടം ഇതാ പൂർത്തിയാവാൻ പോവുകയാണ്. 17 സംസ്ഥാനങ്ങളിലായി 102 മണ്ഡലങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത്. ദാവൂദ് സർ, നമ്മൾ 2019 കണക്ക് പരിശോധിക്കുമ്പോൾ ഈ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയും തമ്മിൽ ഉള്ള ഒരു വോട്ട് പെർസെൻറ്റേജ് ഒക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു റിസൾട്ട് വെച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം ബലാബലം തുല്യ ശക്തികളാണ്. അന്ന് ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള പാർട്ടികളുടെയൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ തുല്യശക്തികളാണ്. അപ്പോൾ ഒന്നാം ഘട്ടം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. പലയിടങ്ങളിലും ബംഗാളിലൊക്കെ വലിയ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ എന്താണൊരു ചിത്രം നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്? ഒന്നാമത് ഈ തുല്യശക്തികൾ എന്ന് പറയുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പെർസെൻറ്റേജും സീറ്റ്സ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ ഇത്തവണ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ്. ഈ തവണ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന കാഹളം മുഴങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിത്രമുണ്ട്. 400+ എന്തായാലും ഒരു പറയൽ ഹിന്ദിയിലൊരു ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ. അപ്പോൾ 400-ലധികം എന്നത് മുദ്രാവാക്യമായി സ്വീകരിച്ച് തുടങ്ങിയ നരേന്ദ്രമോദി ഇന്ന് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്കതിൽ കറക്റ്റ് ആ അവസ്ഥയെ കുറിക്കുന്നത്. മോഡി അന്തം വിട്ടോടുകയാണ്, അന്തം വിട്ട് പായുകയാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. ഇതൊരു വസ്തുതയാണ്. മോഡി ശരിക്കും അന്തം വിട്ട് പായുകയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് അത് മനസ്സിലാവുന്നില്ല. തൃശ്ശൂർ പോലെയുള്ള സ്ഥലത്ത് 3 തവണ വരിക, തമിഴ്നാട്ടിൽ ഒരു സീറ്റും കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത തമിഴ്നാട്ടിൽ 8 തവണ വരിക, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 400+ എന്ന അവസ്ഥയിൽ നിന്ന് ഈ കേവല ഭൂരിപക്ഷം എന്നത് ലഭിക്കുമോ എന്ന് സംശയിക്കാവുന്ന ഒരു പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അതാണ് ഇപ്പം മണിപ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മണിപ്പൂരിൽ പിന്നെന്താണ് വെടിവെപ്പ് നടക്കുകയാണ്. പലയിടത്തും ബി ജെ പിക്കാരനാണ് ബൂത്തുകൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നു. പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് അൽ ജസീറയിൽ അവർ ഇന്ത്യൻ ഇലക്ഷനെക്കുറിച്ച് ഉള്ള വാർത്ത വായിക്കുന്നതിനിടയിൽ അവരുടെ റിപ്പോർട്ടർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ഇന്ത്യ വിസ നിഷേധിച്ചിരിക്കുന്നു. ഇലക്ഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് ഇന്ത്യ വിസ നിഷേധിച്ചത് കാരണം ഞങ്ങൾ പുറത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വാർത്ത ആരംഭിക്കുന്നത്. അപ്പോൾ അത് നോക്കൂ, BBC 2 ആഴ്ച മുമ്പ് ഓടിച്ചതാണ്. BBC ഓടിച്ചു. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ബ്രോഡ്കാസ്റ്റ് സ്ഥാപനങ്ങളാണല്ലോ അൽ ജസീറയും BBC-യും. BBC ഓടിച്ചു. അൽ ജസീറക്ക് കയറാൻ ഇങ്ങോട്ട് വരാൻ വിസയും കൊടുത്തിട്ടില്ല. അതിന്നൊക്കെ ചില സൂചനകളുണ്ട്. ആ സൂചനകൾ പിന്നെ നമ്മുടെ സത്യപാൽ മാലിക് നേരത്തെ നമുക്ക് തന്നിട്ടുള്ള ചില മുന്നറിയിപ്പുകളുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്യണോ എന്ന് ആലോചിക്കുമ്പോൾ അത് ഭീതിജനകമായ ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുമുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ 69%, 67 ആണ് ഇന്ത്യയിൽ മൊത്തം ആളുകൾ വോട്ട് ചെയ്തത്. ഉത്തരേന്ത്യയിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചു, ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പോൾ 77-ലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചവരാണ് ഉത്തരേന്ത്യക്കാരെന്ന് നമ്മൾ പറയും. അവരുടെ അതിഭയങ്കരമായൊരു ജനാധിപത്യ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ആളുകൾ അന്ന് കോൺഗ്രസിന് ജയിപ്പിച്ചു, കേരളക്കാർ മോശക്കാരായിരുന്നൊക്കെ വിശകലനം ചെയ്യുന്ന ആളുകൾ. ഞാൻ ആ വിശകലനം ഒട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ്. ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തോൽപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇന്ദിരാഗാന്ധി അന്ന് RSSനെ നിരോധിച്ചിരുന്നു അടിയന്തരാവസ്ഥക്കാലത്ത്. അപ്പോൾ RSS എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള ഒരു ആശയ പദ്ധതിയും കൂടെയുള്ള ഒരു സംവിധാനമാണ്. അവർ ഫീൽഡിൽ നെറ്റ്വർക്കഡായിട്ട് പണിയെടുത്തിട്ടുണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അന്ന് ജനതാ പാർട്ടി സഖ്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ്, അല്ലാതെ ജനാധിപത്യത്തെ അങ്ങ് സംരക്ഷിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഉത്തരേന്ത്യക്കാരുടെ ഉത്കടമായ അഭിലാഷത്തിന് പുറത്ത് സംഭവിച്ച ഒരു സംഗതിയാണെന്ന് അതേക്കുറിച്ച് വിചാരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ജനാധിപത്യം തകരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ ആളുകൾ പറയും. അതുകൊണ്ട് ഇന്ത്യൻ ജനത ഉയർത്തെഴുന്നേൽക്കണം എന്നൊക്കെയാണല്ലോ പ്രസംഗിക്കാറ് പൊതുവെ. അതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ അതിൽ
ഈ പറയുന്ന ഘടകമുണ്ടല്ലോ, ഇന്ത്യൻ ജനതയിൽ നല്ലൊരു ശതമാനം ആളുകൾ ആ ആഹ്വാനം ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെയും മറികടക്കുന്ന ഒരു സംഘടനാ സംവിധാനം RSSനുണ്ട്. അതിനെയും മറികടക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആശയ പദ്ധതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല പ്രശ്നം, ഇതൊന്നുമല്ല. ഇവിടെ ഇലക്ഷൻ ഉണ്ടാകുമോ, ജനാധിപത്യം ഉണ്ടാകുമോ, വിലക്കയറ്റമാണോ, ഗ്യാസിന് വില കൂടിയതാണോ, പെട്രോൾ ആണോ, ഇതൊന്നുമല്ല. മറ്റവൻ, മുകളൻ, ഈ മുകളൻ, ഇതാണ് അടിസ്ഥാന പ്രശ്നം എന്ന് സത്യസന്ധമായി വിചാരിക്കുന്ന ഒരു തലമുറയെ, ഒരു കൂട്ടം ആളുകളെയല്ല, ഒരു തലമുറയെ 100 വർഷം കൊണ്ട് ഇവർ പണിയെടുത്തുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ പ്രേക്ഷകനായിട്ടുള്ള ഒരു മുൻ RSSകാരൻ കഴിഞ്ഞ ദിവസം എന്നോട് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ നിങ്ങളെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയണതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇതിനൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല. കുടം കമഴ്ത്തി വെച്ച് അതിൻ്റെ മകളിൽ വെള്ളമൊഴിക്കുന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഭയങ്കരമായ ഇന്ത്യൻ ജനതയെക്കുറിച്ച് അതിഭയങ്കരമായ പ്രതീക്ഷയുള്ള ഒരാളൊന്നുമല്ല. നിങ്ങൾ എന്ത് ജനാധിപത്യമാണ്, ബഹുസ്വരത, എന്ത് കുണ്ടാമണ്ടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊന്നുമല്ല, അവനാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കി. ഒരു കാര്യം ഞാൻ രേഷ്മയോട് പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു യൂട്യൂബിൽ. കേരളത്തിലെ പോലീസ് മേധാവി, മുൻ മേധാവിയായിട്ടുള്ള ആൾ പ്രസംഗിക്കുകയാണ്. എന്താ പുള്ളി പ്രസംഗിക്കുന്നത് അറിയോ? സതി എന്ന് പറയുന്ന ആചാരം നമ്മൾ എന്തിനാണ് അതേക്കുറിച്ച് ആത്മനിന്ദ ആയിട്ട് നടക്കുന്നത്? അത് നമ്മുടെ ആചാരമൊന്നുമല്ല. അത് മുഗളന്മാരിവിടെ വന്നിട്ട് നമ്മളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാതിരിക്കാൻ നമ്മളുണ്ടാക്കിയ ഒരു ഡിഫൻസാണ്. അങ്ങനെ ഉണ്ടായി വന്നതാണ്. അല്ലാതെ അത് ഹിന്ദു ആചാരമൊന്നുമല്ല, ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അത് മുഗളന്മാർക്കെതിരായിട്ടുള്ളൊരു ഡിഫൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായി വന്നതാണ്. ആരാ പ്രസംഗിക്കുന്നത്? IPS കിട്ടി കേരള പോലീസ് മേധാവിയായിട്ട് റിട്ടയർ ചെയ്ത ഒരു മാന്യൻ. അയാളത് വിചാരിക്കുക മാത്രമല്ല, മൈക്ക് കിട്ടി പ്രസംഗിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പെട്രോളിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് മുഗളന്മാർ, നമ്മുടെ നാട്ടിൽ മുഴുവൻ പെട്രോളായിരുന്നു, മുഗളന്മാരിങ്ങനെ പൈപ്പ് വെച്ച് അടിച്ചുകൊണ്ട് പോയതാണ് ഗൾഫിലേക്ക് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നാടാണിത്. അതുകൊണ്ട് മഹത്തായ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലെ ജനങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് ഇതിനെ സംരക്ഷിക്കുമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അതേസമയം ഈ പറയുന്ന 10 വർഷത്തെ ഭരണത്തിൽ മടുത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ സംഘടിപ്പിക്കുന്നതിൽ, അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സാക്കി മാറ്റുന്നതിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണി എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. ഈ 1-ാം ഘട്ടം പൂർത്തിയാകുമ്പോഴുള്ള രാഷ്ട്രീയ ചിത്രം എന്താണ്? ഈ അമിത്ഷായും മോദിയും പറഞ്ഞ 400 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബേസ്മെന്റ് ഇടാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടോ ആദ്യഘട്ടത്തിൽ? ഞാൻ ദാവു സാഹിബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചില്ല. ഇങ്ങനെ എന്തോന്നാണ് അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചു. ഇപ്പോൾ RSS 100 കൊല്ലം പണിയെടുത്തു. 100 കൊല്ലം പണിയെടുത്ത് ഒരു തലമുറയെ മാറ്റിയാൽ ശരിയാണ്. ഒരു തലമുറ അങ്ങനെ വിശ്വസിക്കുന്ന രീതിയിൽ അവരെന്താണ് പ്രോഗ്രാം ചെയ്ത മാതിരിയായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ചോദിക്കുകയാണ്, ആകെ പോൾ ചെയ്ത 67% എത്ര % BJP കിട്ടിയ വോട്ട്? നിങ്ങളൊരു തലമുറയെ മാറ്റി എന്ന് പറയുന്നല്ലോ, ആ തലമുറയെ മാറ്റിയത് എവിടെയാണ്, അതാരാണ്, അവരെത്ര പേരുണ്ട്? അത് നിർണായകമായ ക്വസ്റ്റ്യനാണ്. 37% കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് NDAക്ക് കിട്ടിയത്. അതായത് 40% മുകളിലില്ല. അതായത് ഇന്ത്യയിലെ പകുതിയിലധികം ജനങ്ങളും ഈ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ തിരസ്കരിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പാതി അടഞ്ഞ വാതിലെന്ന് പറഞ്ഞാൽ പാതി തുറന്ന വാതിലെന്ന് കൂടിയാണ് അർത്ഥം. നമ്മൾ ചുമ്മാ ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നെഗറ്റീവ് അടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു സംഭവം, ആക്സിസ് ഇന്ത്യയുടെ CMD, എന്താണ് അങ്ങേരെ പേര്, പ്രദീപ് ഗുപ്ത, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ ഈ 400 സീറ്റ് എന്ന് പറയുന്നത് ആ പ്രഡിക്ഷൻ അത്ര ശരിയല്ല, കണക്കുകൾ അങ്ങനെയല്ല. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട്, ഞങ്ങൾ ഒപ്പീനിയൻ പോൾസ് ചെയ്യാറില്ല, ഞങ്ങൾ എക്സിറ്റ് പോളാണ് ചെയ്യുന്നത്. പക്ഷേ മൂപ്പരുടെ ഒരു സ്റ്റഡി വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ആ ഇൻ്റർവ്യൂ പുറത്തു വന്ന ഉടനെ തന്നെ ആക്സിസ് ഇന്ത്യയുടേത് എന്ന് തോന്നിക്കുന്ന ഒരു ലെറ്റർ പാഡിൽ ഒരു രേഖ ലീക്കായി. അതുള്ളതാണോ ഇനി അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണോ എന്നറിയില്ല. ആക്സിസ് ഇന്ത്യ പറയുന്നത് എന്താണ്, NDAക്ക് ലീക്ക് പറയുന്നത് 243 മുതൽ 254 വരെ സീറ്റ് കിട്ടിയേക്കാം. ഇന്ത്യ മുന്നണിക്ക് 232 മുതൽ 242 വരെ സീറ്റ് കിട്ടിയേക്കാം എന്നാണ്. അതിനർത്ഥം ക്ലോസ് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. അതേഴ്സിന് 40-55. വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ 44% NDAക്ക്, 43% ഇന്ത്യ മുന്നണിക്ക്.
അതേഴ്സിന് 13%. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് അവരൊരു സാധാരണ രീതിയിൽ അവരങ്ങനെ അത് പറയാറില്ല, ഒപ്പീനിയൻ പോൾ പറയാറില്ല. പക്ഷേ എങ്കിൽ പോലും ഇതിങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അത് തന്നെ ഇത് ഏതാണ്ട് ഈ കണക്ക് തന്നെയാണ് ഈ പ്രദീപ് ഗുപ്ത മണി കൺട്രോൾ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ലീക്ക് ഇതിന് ശരിയായാലും അല്ലെങ്കിൽ അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് കർണാടകയുടെ ഒരു കണക്കൊഴികെ. കർണാടകയിൽ 28 സീറ്റാണ് മൊത്തമുള്ളത്. അതിൽ 11 സീറ്റ് എൻ ഡി എക്കും 14 സീറ്റ് ഇന്ത്യ മുന്നണിയും കിട്ടുമെന്നാണ് പറയുന്നത്. ഈ 11 സീറ്റ് അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവും. പക്ഷേ ഏറെക്കുറെ റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന ഒരു കണക്കാണ് അവർ ഈ സ്റ്റേറ്റ് വൈസ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 20 സീറ്റിൽ 20 ഇന്ത്യ മുന്നണി കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി മീൻസ് INCക്ക് കിട്ടും 20 സീറ്റും എന്നാണ് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് പറയുകയാണ്. മധ്യപ്രദേശിൽ കുറേ കൂടി റിയലിസ്റ്റിക് ആണ്. 23 സീറ്റിൽ 29 സീറ്റിൽ 23 BJPക്കും 6 സീറ്റ് ഇന്ത്യ മുന്നണിക്കും. അതൊക്കെ റിയലിസ്റ്റിക് ആയ കണക്കാണ്. അപ്പോൾ പൊതുവെ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് റിയലിസ്റ്റിക് ആണ്. അപ്പോൾ ഇത് പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെയാണ് സ്ഥിതി. ഇത് ഒരു മൂഡ് ഓഫ് നേഷനാണ്. ഇപ്പോൾ രാജ്യം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിരിക്കെ തന്നെ നമ്മൾ ഇനി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഞെട്ടും. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ BJP ജയിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ നോക്കുക, തമിഴ്നാട്ടിൽ എത്ര സീറ്റുണ്ട്? 38 സീറ്റ്, 40 സീറ്റുണ്ട്. പോണ്ടിച്ചേരി കൂടി കൂട്ടിയാൽ 40 സീറ്റ്. ഈ 40 സീറ്റുള്ള വലിയ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 29 സീറ്റുള്ള മധ്യപ്രദേശിലും എത്ര ഘട്ടമായിട്ടാണ് നടക്കുന്നത്? 3 ഘട്ടം, 3-4 ഘട്ടമായിട്ടാണ് അത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ കൗബെൽറ്റിലുള്ള സീറ്റുകളിൽ സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് ഈ പല ഘട്ടങ്ങളായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, അങ്ങനെ നടക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടുമെന്ന് പറയാം. ഇപ്പോൾ ഇന്ന് പടിഞ്ഞാറൻ യു പിയിലെ ചില പ്രദേശങ്ങൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങൾ വോട്ട് നടക്കുകയാണ്. UPയിലാണെന്ന് ഓർക്കണം. തെലങ്കാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുകയാണ്. രാമക്ഷേത്രത്തിൻ്റെ ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഇന്ത്യ മുന്നണിക്കാർ അത് എറിഞ്ഞു. എവിടെ? ആളുകൾ പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തെലങ്കാനയിൽ പ്രസംഗിക്കുകയാണ്. ഇത് അനുവദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നതുമായ ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടത്താൻ പറ്റുമെന്നുള്ളൊരു സാധാരണക്കാരൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഉന്നയിക്കുകയാണ്. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യും. ഇദ്ദേഹം തെലങ്കാനയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, UPയിൽ ആളുകൾ വോട്ട് ചെയ്യുന്നു. UPയിൽ തന്നെയാണ് രാമക്ഷേത്രം ഉള്ളത്. അത് പറയുന്നത് തന്നെ വർഗീയവാദമാണ്. വർഗീയതയെ അല്ലെങ്കിൽ മതത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിനെതിരെ നടപടിയെടുക്കുന്നത് പോട്ടെ. ഇങ്ങനെ പല ഘട്ടങ്ങളിലാണ്. ഇത് എന്തിനാണ് ഈ പല ഘട്ടങ്ങളായിട്ട് നടന്നത്? എല്ലാ ഘട്ടങ്ങളിലും എല്ലായിടത്തും ജിക്ക് ഓടി നടന്ന് പ്രസംഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് കോമൺ ലോജിക്കാണ്, സാധാരണ ലോജിക്കാണ്. അപ്പോൾ ഇത് അനുവദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളായിട്ട് നടത്തുന്നത്. അപ്പോൾ ഇതാണ് മൂഡ് ഓഫ് നേഷൻ എങ്കിൽ ഈ മൂഡ് ഓഫ് നേഷൻ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം, വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, ട്വിറ്ററിൽ വളരെ പ്രശസ്തനായ ഒരു മലയാളിയുണ്ട്. ചെന്നൈയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, അദ്ദേഹം ട്വീറ്റുകളൊക്കെ വായിക്കാറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തു, അദ്ദേഹം ഒരു വോക്കൽ ക്രിട്ടിക് ഓഫ് മോഡിയാണ്. മോദിയെ തുറന്ന് എതിർക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ പോലും സഞ്ജീവ് ഭട്ടിൻ്റെയാണ്. അദ്ദേഹത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല, ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൗസിംഗ് കോളനിയിൽ 600 ആൾക്ക് ഇത്തവണ വോട്ടില്ല. ഞാൻ രേഷ്മയോടും ദാവു സാഹിബിനും ചോദിക്കണം, നിങ്ങൾക്ക് വോട്ടുണ്ടോ? നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? എനിക്കില്ല വോട്ട്. എനിക്ക് ലോക്സഭയിൽ വോട്ടില്ല. ഞാൻ പരിശോധിച്ചു, എനിക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്തോടെ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് സെലക്റ്റഡ് ആയിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുടെ പേര് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളത് അത്ര കാര്യമാക്കാത്തതുകൊണ്ടാണ്. സെലക്ടറായി തന്നെ ആൾക്കാരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാജ്യത്ത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 10 പേരുടെ വോട്ട് മാറ്റിയതുകൊണ്ട് ജിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നവരുണ്ട്, സെലക്ട് ചെയ്യപ്പെട്ട് നീക്കം ചെയ്യപ്പെടുന്നവരുണ്ട്. പക്ഷേ കർണാടകയിൽ ആ തന്ത്രം വിജയിക്കാത്തതിൻ്റെ കാരണം, കർണാടകയിൽ അങ്ങനെ നീക്കം ചെയ്യുമായിരുന്നു. കർണാടകയിൽ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ആളുകൾ പണിയെടുത്ത് വോട്ടർ പട്ടികയിൽ പേരേറുക. വോട്ടർ പട്ടികയിൽ പേരേറുക എന്നുള്ള ഒരു അടിസ്ഥാന പ്രക്രിയയായിരുന്നു കർണാടകയിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് കാരണം, BJPയുടെ തോൽവി കാരണം. അപ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. മറ്റൊന്നാണ് EVM. ഇന്നും പത്തനംതിട്ടയിൽ നിന്ന് വാർത്ത വരുവാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് വാർത്ത വന്ന് പത്തനംതിട്ടയിൽ നിന്ന് വാർത്ത വരുവാണ്. BJPക്ക് 2 വോട്ട് കൂടുതൽ വരുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് EVMൽ എങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെ? ഇപ്പോൾ സാധാരണ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതിലൊന്നും ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതർവൈസ് അതൊരു കാൽക്കുലേറ്റർ പോലത്തെ ഒരു മെഷീനാണ്. അതിൽ ഫീഡ് ചെയ്യുന്നത് എന്താണ്? അതിൽ പ്രോഗ്രാം ചെയ്യുന്നത് എന്താണ്? ഇന്ന സ്ഥാനാർത്ഥികൾക്ക് ഇന്ന ചിഹ്നം, അവർക്ക് പ്രസ് ചെയ്യുന്ന വോട്ട് രേഖപ്പെടുത്തണം. ഇതാണല്ലോ പ്രോഗ്രാം ഫീഡ് ചെയ്യേണ്ടത്. ഈ പ്രോഗ്രാം ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ബൂത്തിൽ കൊണ്ടുവരുന്ന EVMൽ ഇന്ന സ്ഥാനാർത്ഥികളുടെ ചിഹ്നം എത്രാമത്തെയാണ് അത് കിട്ടുമ്പോൾ അത് പ്രോഗ്രാം ചെയ്യുന്ന ഒഫീഷ്യൽസ് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒഫീഷ്യൽസ് ആണോ? അതല്ല, അവർ ഹയർ ചെയ്യുന്ന ആളുകളാണോ?
ഈ ഹയർ ചെയ്യുന്നതെങ്കിൽ അവരെവിടെ നിന്നാണ് ഹയർ ചെയ്യുന്നത്? അവർ ഏത് സ്ഥാപനത്തിലെ ജീവനക്കാരാണ്? പ്രൈവറ്റ് സ്ഥാപനത്തിലാണോ അതിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലെ ജീവനക്കാരാണോ? അറിയില്ലല്ലോ. അവരെന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്ന പ്രോഗ്രാം എന്താണ്? ഇത് ഇതാരെങ്കിലും കാണുന്നുണ്ടോ? ഇതെല്ലാ മെഷീനിലും ഇവർ തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്നിരിക്കെ എല്ലാ മെഷീനും പരിശോധിക്കപ്പെടേണ്ടതില്ലേ? ഒരു മോക്ക് പോളിംഗ് നടത്തിയതുകൊണ്ട് മാത്രം എല്ലാ മെഷീനിലെയും പ്രശ്നങ്ങളും പ്രശ്നപരിഹാരവും നടക്കുന്നുണ്ടോ? ഇനി കാസർഗോഡ് നടന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുക്കുമോ? നമുക്കറിയില്ല. കാസർഗോഡ് നടന്ന മോക്ക് പോളിംഗിൽ അത് ദൃശ്യമായതാണ്. ഇത് കാണാത്ത മോക്ക് പോളിംഗിന് ഉപയോഗിക്കാത്ത എത്രയോ EVMകൾ നമ്മളടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ പോലും ഇത് സംഭവിക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കാമല്ലോ. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ നമുക്ക് ആശ്വസിക്കും പോലും. ഞാൻ പറഞ്ഞു 60% മനുഷ്യർ ഈ സർക്കാരിനെതിരാണ് എന്ന് പറയുമ്പോൾ പോലും ഈ സർക്കാർ വിജയിക്കാനുള്ള പശ്ചാത്തല സൗകര്യം ഇന്ത്യയിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ നെഗറ്റീവ് അടിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് മാത്രമല്ല, ഇത്തരം പരാതികളുടെയൊക്കെ ഒരു ഭാവി പിന്നെ നമ്മൾ കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസം ജാവ്ദേക്കർ രാംലല്ലയുടെ ചിത്രം ഉപയോഗിച്ച് വോട്ട് തേടിയതൊക്കെ. അപ്പോൾ അത് വാർത്തയാകത്തിനപ്പുറം പിന്നീട് എന്ത് സംഭവിക്കുന്നു ആരും മാധ്യമങ്ങൾ പോലും അന്വേഷിക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, നമുക്ക് നോക്കാം.